ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ ഒരു തപസ് ധ്യാനം കഴിഞ്ഞ ആഴ്ചയാണ് അവസാനിച്ചത്. നമുക്കറിയാം എല്ലാ മാസവും ഇവിടെ നടക്കുന്ന ധ്യാനങ്ങളിലൊന്നാണ് തപസ് ധ്യാനം. 3 ദിവസത്തെ ഉപവാസ ധ്യാനമാണ്. അപ്പോൾ ഈ മെയ് മാസത്തിലെ തപസ് ധ്യാനം തീർന്ന മെയ് 3-ാം തീയതിയാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് യോസേപ്പ് പിതാവിൻ്റെ ഒരു മധ്യസ്ഥമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ തപസ്സൊക്കെ നടത്തിയത്. അപ്പോൾ തപസ്സിൽ പല പ്രായത്തിലുള്ളവർ, പല ജീവിത സാഹചര്യങ്ങളുള്ളവരൊക്കെ വന്ന് ധ്യാനമൊക്കെ കൂടി എല്ലാവരും നന്നായിട്ട് കുമ്പസാരിച്ച് വലിയൊരു കൃപയിലൊക്കെ ആയിരുന്നു. വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. വളരെ സ്പെഷ്യലായിട്ട് ഈശോ ചൂസ് ചെയ്ത ഒരു ഗ്രൂപ്പായിരുന്നു. വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്രാവശ്യം സാധാരണ മെയ് മാസത്തിലൊക്കെ നല്ല ചുട്ടുപൊള്ളുന്ന ചൂടാണല്ലോ. ഈ തപസ് ഗ്രൂപ്പിന് ഇച്ചിരി തണുപ്പത്തൊക്കെ ഇരിക്കാൻ പറ്റി. മഴയൊക്കെ പെയ്ത് ഒരു ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ ഈ വേനൽക്കാലത്തെ ഈ തപസ്സിനുണ്ടായിരുന്നത്. ഉണ്ടായിരുന്ന കാലാവസ്ഥയെക്കുറിച്ചോ അവരെക്കുറിച്ചോ പറയാനല്ല. തപസ് ധ്യാനത്തിന് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ധ്യാനങ്ങൾ നടക്കുമ്പോൾ, എവിടെയും ധ്യാനങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഹീൽ ധ്യാനം നമ്മൾ നടത്തുമ്പോൾ എപ്പോഴും കൂടുതൽ യുവജനങ്ങളാണ് വരിക. തപസ് ധ്യാനത്തിന് എപ്പോഴും എല്ലാം മിക്സ്ഡ് ആയ ഒരു ഗ്രൂപ്പ്, വളരെ പക്വതയോടുകൂടി ഈശോ തിരഞ്ഞെടുത്ത ഒരു വളരെ മിടുക്കരായ ഗ്രൂപ്പായിരിക്കും എപ്പോഴും തപസ്സിന് വരിക. അപ്പോൾ ഈ പ്രാവശ്യം തപസ്സിന് ഇങ്ങനെ പങ്കെടുത്ത എല്ലാവരും അവരുടെ നിയോഗങ്ങൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു 5 നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനാണ് പറയുക. പലരും ഇങ്ങനെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എഴുതി വെച്ച 5 നിയോഗവും സാധിച്ചു കിട്ടി, ഈശോ അത് അനുഗ്രഹമാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താറാണ്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇപ്പോൾ അവരുടെ നിയോഗങ്ങളൊക്കെ ഇങ്ങനെ അച്ഛന്മാരും ശുശ്രൂഷയുള്ളവരൊക്കെ ഇങ്ങനെ മണിക്കൂറുകൾ ആരാധനയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അത് വായിച്ച് പ്രാർത്ഥിക്കും. പേരൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കില്ല, നമ്മൾ ആ നിയോഗങ്ങൾ ഇങ്ങനെ വായിച്ച് പ്രാർത്ഥിച്ച് വലിയ അനുഗ്രഹങ്ങൾ, അടയാളങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനിത് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇവിടെ ജപമാല ചൊല്ലുന്നു, പരിശുദ്ധമ്മയുടെ പ്രത്യേക ഒരു സാന്നിധ്യമുള്ള ഒരു ധ്യാനകേന്ദ്രമാണ് കുട്ടീസ് ധ്യാനകേന്ദ്രം. അമ്മ മാതാവ് വഴിയാണ് പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുക. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചിട്ട് ഈശോയുടെ കയ്യിലോട്ട് നിയോഗങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ആരാധനയുടെ സമയത്തൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുമല്ലോ. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരമ്മ പ്രത്യേകമായ രീതിയിൽ എഴുതിയ ഒരു നിയോഗത്തെക്കുറിച്ചാണ്. അമ്മ ആരാന്നോ അവരുടെ പേരോ സാഹചര്യമോ ഒന്നും ഞാൻ പറയില്ല. പക്ഷെ അതൊരു നല്ലൊരു പ്രാർത്ഥന ഞാൻ കണ്ടു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനത് ധ്യാനം നടക്കുന്ന സമയത്ത് ആൾക്കാരോടെല്ലാം പറയുകയും ചെയ്തു, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈ ചേച്ചി ഈ അമ്മച്ചി എഴുതിയതുപോലെ പ്രാർത്ഥിക്കണം. ആളെ ഒന്നും പരിചയപ്പെടുത്തിയില്ല, പ്രൈവസി ഉള്ളത് കൊണ്ടാണ്. ആ ചേച്ചി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. മക്കള് ചെറുപ്പക്കാരാണ്. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ പൂർത്തിയാക്കുകയല്ല. ഈ നല്ല അമ്മ, ഈ അമ്മച്ചി എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയോ? ഈശോയെ, എൻ്റെ ഈ 2 മക്കൾ, ഈ മക്കളെ പോലെയുള്ള 50,000 യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കണേ, ഒരമ്മ, ആ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ 2 കുഞ്ഞുമക്കൾ, ഈ ചെറുപ്പക്കാർ ഇവർ അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. പക്ഷെ ആ 2 മക്കൾക്ക് വേണ്ടിയിട്ടല്ല ഈ അമ്മ പ്രാർത്ഥിച്ചത്. എങ്ങനെ പ്രാർത്ഥിച്ചതെന്നറിയോ? ഈശോയെ, എൻ്റെ ഈ 2 മക്കൾ, ഈ ചെറുപ്പക്കാർ, ഇവരെ പോലെയുള്ള 50,000 യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. നിങ്ങൾ ആ പ്രാർത്ഥനയുടെ പവർ മനസ്സിലാക്കുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, നിയോഗങ്ങളുണ്ട്. പക്ഷേ അത് നമുക്ക് വേണ്ടി ഒതുക്കി വെക്കാതെ ഈ സഹനത്തെ, ഈ പ്രാർത്ഥന നിയോഗത്തെ ഒരു വൈഡ് ഗ്രൂപ്പിലേക്ക് ആ ഒരു കൃപയായിട്ട് നിറയ്ക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ വലിയ കടത്തിലാണെന്ന് വിചാരിച്ചേ, നമ്മൾ നോർമലി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈശോയെ, എൻ്റെ ഈ കടം മാറ്റി തരണേ. പ്രാർത്ഥന ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? എന്നെപ്പോലെ കടത്തിലായിരിക്കുന്ന ഒരു 50,000 പേരെ കർത്താവെ അനുഗ്രഹിക്കണമേ. ചിലപ്പോൾ നമ്മുടെ പൊട്ടച്ചിന്തയിലേക്ക് ഇങ്ങനെ പറയാം, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർ അനുഗ്രഹം മേടിക്കണ്ട, അങ്ങനെയുള്ള കുടിസ് ചിന്താധികാരമൊന്നും അല്ല നമ്മൾ. ഈശോയുടെ മക്കൾ നല്ല ഓപ്പണായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊരു ജോലിയില്ല, എങ്ങനെ പ്രാർത്ഥിക്കണം? ഈശോയെ, എനിക്ക് ജോലി കിട്ടണം. അല്ല, എന്നെപ്പോലെ ജോലി ഇല്ലാത്ത ഒരു 50,000 പേരെ ഈ സമയത്ത് നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന എന്ത് ക്രൈസിസ് ആവട്ടെ, എന്ത് പ്രതിസന്ധി സിറ്റുവേഷൻ ആവട്ടെ, ഈ അമ്മ പ്രാർത്ഥിച്ച പോലെ, ഈ ധ്യാനം കൂടി അമ്മച്ചി പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം. എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? ഇതുപോലെയുള്ള 50,000 മക്കളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അപ്പച്ചൻ അമ്മച്ചി രോഗിയായിട്ട് കിടക്കുകയാണോ? ഈശോയെ, പീഡയിലായിരിക്കുന്ന, കിടക്കയിലായിരിക്കുന്ന 50,000 അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് വലിയ അനുഗ്രഹത്തിൻ്റെ അവസരമാണ് ഓരോ സഹനവും, ഓരോ ഇല്ലായ്മയും. ആയിരക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഓപ്പണിംഗ് ആണ്. നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് 50,000 പേർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു ശുശ്രൂഷകയായിട്ട് മാറാൻ ഈ സഹനം, ഈ ഇല്ലായ്മ ഒരു അവസരമായിട്ട് മാറും. അതുകൊണ്ട് ആ അമ്മച്ചി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കും. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചോ. എല്ലാവർക്കും ജീവിതാവശ്യങ്ങളുണ്ട്, എല്ലാവർക്കും നിയോഗങ്ങളുണ്ട്. നിങ്ങളത് കിട്ടാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സെൽഫിഷ് ആവണ്ട. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിയോഗം ഒരു 50,000 പേർക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. പ്രാർത്ഥിച്ചോണം. ഇത് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം ഈ ധ്യാനം കൂടി അമ്മച്ചി എന്ന് മാത്രമല്ല, പരിശുദ്ധ അമ്മയിൽ നിന്നും കൂടിയാണ്. ആ അമ്മ യോഹന്നാനെ മാത്രമായിട്ടല്ല മകനായിട്ട് സ്വീകരിച്ചത്. യോഹന്നാൻ മകനായപ്പോൾ ഈ ലോകം മുഴുവനും ഈശോയുടെ വചനം കേൾക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മ മക്കളായിട്ട് സ്വീകരിച്ചു. ഈശോയെ വിളിക്കുന്ന നമ്മളെല്ലാവരും അമ്മയുടെയും കൂടെ മക്കളാണ്. അമ്മ മാതാവ് നമുക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കും.
ഈ അമ്മ ഒരു കുഞ്ഞുദാഹരണം കാണിച്ചു. പരിശുദ്ധ അമ്മ വലിയ ഉദാഹരണം കാണിക്കുകയാണ്. ലോകം മുഴുവൻ്റെയും അമ്മയായിട്ട്, നമ്മളെല്ലാവരുടെയും അമ്മയായിട്ട് അമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു കൂട്ടുകൂടി ഈ കുഞ്ഞമ്മച്ചി പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ നിയോഗങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. ഓർക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? 50,000 ഒരു നല്ല സംഖ്യയാണല്ലോ. 50,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുകയാണോ? ഈശോയെ, റിസൾട്ട് കാത്തിരിക്കുന്ന 50,000 പേരെ അനുഗ്രഹിക്കണേ. വീടില്ലാത്തൊരു 50,000 പേരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു. സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു 50,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാം അനുഗ്രഹമായിട്ട് മാറട്ടെ. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ പുതിയൊരു അനുഗ്രഹത്തോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ ഒരു കൃപ ലഭിക്കട്ടെ. ശാന്തമായിട്ട് ഇന്ന് കിടന്നുറങ്ങുക. അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് സംസാരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.